എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് 11 തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ച മലയാള നടൻ ആരാണ്? പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ച മലയാള നടനാണ് ആര്? ടൊബീനോ തോമസ്. അദ്ദേഹത്തിന്റെ അദൃശ്യ ജാലകങ്ങൾ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് എന്ത് കിട്ടിയത്? പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത്. ക്ലിയർ ആണല്ലോ? നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, 96ാമത് ഓസ്കാറിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 96ാമത് ഓസ്കാറിലെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കിലിയൻ മർഫിയാണ്. ഓപ്പൺ ഹൈമറിലെ അഭിനയത്തിനാണ് കിലിയൻ മർഫിയെ 96ാമത് ഓസ്കാർ അവാർഡിലെ മികച്ച നടനായി തിരഞ്ഞെടുത്തത്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, കോമൺവെൽത്ത് ദിനം എന്നാണ്? കോമൺവെൽത്ത് ദിനം മാർച്ച് 11-നാണ്. എന്നാണ് കോമൺവെൽത്ത് ദിനം? മാർച്ച് 11. ഓർത്തിരിക്കുക, ഡേയ്സ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ നാലാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഇൻഡോർ അത്ലറ്റിക് സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് സെന്റർ നിലവിൽ വന്നത് ഭുവനേശ്വറിലാണ്. ഭുവനേശ്വർ ഒഡീഷയിലാണെന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, 2024 മാർച്ചിൽ രാജിവെച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? അരുൺ ഗോയൽ ആണ്. 2024 മാർച്ചിൽ രാജിവെച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് ആര്? അരുൺ ഗോയൽ. ഓർത്തിരിക്കുക. നമ്മുടെ ആറാമത്തെ ചോദ്യം, 96ാമത് ഓസ്കാറിലെ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? 96ാമത് ഓസ്കാറിലെ മികച്ച ചിത്രമാണ് ഏത്? ഓപ്പൺ ഹൈമർ. ഈ ചിത്രത്തിലെ അഭിനയത്തിനാണ് കിലിയൻ മർഫിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ ഏഴാമത്തെ ചോദ്യം, 96ാമത് ഓസ്കാറിലെ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 96ാമത് ഓസ്കാറിലെ മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ ആണ്. ക്രിസ്റ്റഫർ നോളന്റെ സിനിമയാണ് ഓപ്പൺ ഹൈമർ. അപ്പൊ ഓപ്പൺ ഹൈമറിനാണ് ഈ ഓസ്കാറിലെ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളതെന്നും ഓർത്തിരിക്കുക. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, പട്ടികജാതി ദേശീയ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റത് ആരാണ്? പട്ടികജാതി ദേശീയ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റ വ്യക്തിയാണ് കിഷോർ മക്വാന. ഈ അടുത്ത് പട്ടികജാതി ദേശീയ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റ വ്യക്തിയാണ് ആര്? കിഷോർ മക്വാന. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഒമ്പതാമത്തെ ചോദ്യം, ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത് ഏത് സഖ്യമാണ്? ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ കിരീടം നേടിയ സഖ്യം അത് നമ്മുടെ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡിയുടെയും ചിരാഗ് ഷെട്ടിയുടെയും സഖ്യമാണ്. സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യമാണ്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകരുത്. അപ്പം നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയുടെ നോട്ട്സ് വേണ്ടവർ നമ്മുടെ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. റൂട്ടഡ് ആപ്പിൽ LDCയുടെ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ പഠിത്തത്തിൽ ഇന്നും ഒരു മുതൽക്കൂട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ. സോ എത്രയും പെട്ടെന്ന് റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. കറണ്ട് അഫയേഴ്സും മറ്റ് അറിവ് പകരുന്ന വീഡിയോസിനുമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.